അൻവർ ഗുരുതരമായിട്ടുള്ള വഴിതെറ്റലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM പാർലമെന്ററി പാർട്ടി അംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള MLA-യുമായിട്ടുള്ള അൻവർ വലതുപക്ഷത്തിന്റെ നാവ് ആയി മാറിയിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം വലതുപക്ഷത്തിന് ആയുധം കൊടുത്തുകൊണ്ടുള്ള ഒന്നാണ്. കേരളം കഴിഞ്ഞ 8 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോൾ അതിനു മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ഭരിച്ച കാലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. വർഗീയതക്കെതിരായി ഉറച്ച നിലപാട്, കേരളത്തിലെ എല്ലാ മേഖലയിലും വർഗീയ ശക്തികൾക്കെതിരായിട്ട് ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ RSSകാർക്ക് സഹായകരമായ നിലയിൽ അവർക്ക് CPM-നെയും LDF-നെയും കുത്തിവലിക്കാവുന്ന നിരക്കുള്ള ചില പരാമർശങ്ങളടക്കം നടത്തിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയെ കേരളത്തിലെ LDF ഭരണം ലക്ഷ്യമാക്കുന്നു എന്ന നിലക്കുള്ള സംസാരവും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. അപ്പോ വലതുപക്ഷത്തിന് സഹായകരമായിട്ടുള്ള നിലയിൽ ഉള്ള പരാമർശങ്ങളാണ് അൻവർ നടത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും CPM-നെയും LDF-നെയും സ്നേഹിക്കുന്ന ജനങ്ങൾക്കിടയിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തെറ്റായിട്ടുള്ള കാര്യമാണ്. അൻവർ ദൃഷ്ടിയ കഴമ്പില്ല എന്ന് പറഞ്ഞാൽ കഴമ്പില്ല എന്നത് തന്നെ. അതേസമയം അൻവർ എഴുതിക്കൊടുത്ത ആക്ഷേപങ്ങളിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുള്ളത് സംബന്ധിച്ചാണല്ലോ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കണമല്ലോ. അതാണ് മര്യാദ. ആ മര്യാദ കാണിക്കുന്നതിന് അൻവർ തയ്യാറാവുന്നില്ല എന്നതാണ് വിമർശനം. അൻവർ രാവിലെ പറയുന്നത് PCCക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അത് അന്വേഷിക്കുന്നതാണ് PCC കൺട്രോൾ ചെയ്യുന്ന പോലീസാണ്. സ്വാഭാവികമായി അതിന്റെ ഭാഗമാക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവരെ തള്ളിക്കളയുകയും ചെയ്തു. ഇനി എന്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം ഒരു ചോദ്യമാണ് അൻവർ ഉന്നയിക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യമുണ്ടാകും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിലെ യുക്തിയില്ലായ്മ നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടാകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം സുജിത് ദാസിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു, അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയ അദ്ദേഹം ADGP അജിത് കുമാറിനെതിരായിട്ട് ഗൌരവകരമായിട്ട് 2 ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഒന്ന് വിജിലൻസ് അന്വേഷണത്തിന് വിട്ടിരിക്കുകയാണ്, മറ്റൊന്ന് DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവിടെ അദ്ദേഹം ഇങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ നല്ലോണം മാർക്കറ്റ് ചെയ്യും. ഇതാണ് വാർത്താ മാർക്കറ്റിംഗ്. അതാണല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ. അപ്പോ അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പാർട്ടിക്കും ഗവൺമെന്റും നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിലിടപെട്ട് വീണ്ടും വീണ്ടും പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം ഒരു കാര്യം ഒരിക്കൽ പറയുന്നു, പിന്നെ അടുത്ത കാര്യം പറയുന്നു, പിന്നെ അടുത്ത കാര്യം പറയുന്നു. ഒരു വ്യവസ്ഥയില്ലാത്ത നിലയിലാണ് അൻവറിന്റെ വാർത്താ സമ്മേളനങ്ങളെന്ന് പ്രേക്ഷകർക്കാകെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, CPIM എന്ന് പറയുന്ന പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു കൂട്ടു നേതൃത്വമാണ്. സഖാവ് കോടിയേരി അന്തരിച്ചു. ആ മൃതദേഹം, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് വിലാപയാത്ര നടത്തേണ്ടത്, ഇതൊക്കെ പാർട്ടി നേതൃത്വം കൂട്ടായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തെപ്പറ്റി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ ഒക്ടോബർ 1-ാം തീയതി സഖാവ് കോടിയേരിയുടെ ഒരു അനുസ്മരണ പരിപാടി കൂടി വരികയാണ്. ആ ഘട്ടത്തിൽ അൻവറിന് അന്നത്തെ വിലാപയാത്രയെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നു. അതിനൊക്കെ എന്ത് പറയാൻ പറ്റും? പാർട്ടി നേതൃത്വം കൂട്ടായി ആലോചിച്ചിട്ടൊരു തീരുമാനമാണ് സഖാവ് കോടിയേരിയുടെ വിലാപയാത്രയെ സംബന്ധിച്ചുള്ളത്. അത് സംബന്ധിച്ച് ഇപ്പൊ ചർച്ച ചെയ്യണം. അൻവറിന് എന്താ അതിന് അവകാശമുള്ളത്? അപ്പോ
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അൻവർ ചില ഗൗരവ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു എന്ന് നടിച്ചുകൊണ്ടാണ് അദ്ദേഹം ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. അതിൽ അന്വേഷിക്കേണ്ട വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ അദ്ദേഹം അതിന് പുറത്ത് പലതും ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനോടൊന്നും പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം CPM-നെ സംബന്ധിച്ചില്ല. അൻവറിനെ പോലെയുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതേസമയം പാർട്ടി നേതാക്കന്മാർ അവിടെ വന്നിട്ടുണ്ട്. അല്ല, അൻവർ പറയുന്നത് പാർട്ടിയിൽ നിന്ന് തനിക്ക് പിന്തുണയുണ്ട്, പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ വിളിക്കുന്നുണ്ട്, തനിക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നാണ് അൻവർ പറയുന്നത്. അതായത് ഗൾഫിൽ പോയ അവസരത്തിൽ അവിടെ മലയാളികൾക്കിടയിൽ, പ്രവാസി മലയാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനകളുണ്ട്. ആ സാംസ്കാരിക സംഘടനകളുടെ പരിപാടികളിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്.